കുഞ്ഞൂസല്ലേ? കുഞ്ഞൂസേ, ദാ നോക്ക് ഇങ്ങോട്ട്. ഇവിടെ ഇവിടെ. കുഞ്ഞൂസേ, കുഞ്ഞൂസേ, നീ ഇതെവിടെ പോവാ? ആഹാ, ഞങ്ങളെ കാണാനോ? ശരിക്കും? എന്നാ കൂടിക്കോ. വാ കുഞ്ഞൂസേ, നമുക്ക് കളിക്കാൻ പോവാ. പതിയെ പോ പിള്ളേരെ. ഹേ, നിനക്ക് സുഖമല്ലേ? കുഞ്ഞൂസേ, ആരാ അവിടെ? കുഞ്ഞൂസേ, ഇതാരാ? ചങ്ങാതിയാണോ? കുഞ്ഞൂസിന് എങ്ങനെയാ പരിചയം? എന്താ ആരെയാ നോക്കുന്നേ? ഹേയ്, പേടിക്കണ്ട. എന്താ പറ്റിയത്? ആരെയാ നോക്കുന്നേ? ഞാൻ സഹായിക്കാം. ഓ, നിനക്ക് വഴി തെറ്റിയല്ലേ? ഓ, അത്രേ ഉള്ളോ? വിഷമിക്കാതെ കുഞ്ഞേ, എന്റെ ഒപ്പം പോന്നോ. വീട്ടിലേക്കുള്ള വഴിയല്ലേ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള എല്ലാ വഴികളും എനിക്ക് അറിയാന്നേ. ഈ വഴിയല്ല, എന്നാൽ ഇതാകും. വാ കുഞ്ഞേ, എനിക്കറിയാം. ഇതാ വഴി. ഇതാകണേ. ഓ, കാല് കഴിക്കുന്നോ? എങ്കിൽ കുഞ്ഞിവിടെ ഇരിക്ക്. ഞാൻ പോയി വഴി ഇത് തന്നെയാണോ നോക്കിയിട്ട് വേഗം വരാമേ. ദാ നല്ല തുളസി, ഞാനേ കുറച്ച് പറിച്ചെടുത്തിട്ട് വരാം. വേഗം വാ. കുഞ്ഞേ, ഓടിക്കോ, പിടി കൊടുക്കല്ലേ. ആഹാ, നിൽക്കണവിടെ. എടാ നിൽക്കാൻ, നിന്നോടാ പറഞ്ഞ് നിൽക്കാൻ. എടാ നിൽക്കാൻ. ആരാത്? ഒരു കുറുക്കൻ കുഞ്ഞാ. വാ നോക്കാം. അവരിവിടെ ഒന്നുമില്ല, രക്ഷപ്പെട്ടു പോയി കാണും. നിന്നെ എന്റെ കയ്യിൽ കിട്ടും. വാടാ പോകാം.
ആടാ നീ ഇപ്പൊ എവിടെ നിന്ന് പറയാൻ? ആ ആരാണ് ചോദിച്ചത്? എടാ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ഞങ്ങളുടെ മുട്ട മോഷ്ടിക്കാറായടാ കള്ള. നോക്കിക്കോ, നിന്നെ ഞങ്ങൾ ശരിയാണ്. കള്ളൻ മുട്ട മുഴുവൻ തിന്നിട്ട് ഒരു കൂസലില്ലാതെ ഇരിക്കുന്നു. അപ്പോഴാ നിങ്ങൾ വരുന്നേ. നിങ്ങൾ ഇവനെയും കൂട്ടി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാ കാണുന്നത്. ഞാൻ പേടിച്ച് കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെ എപ്പോഴോ ഇറങ്ങിയപ്പോ നിങ്ങൾ ആരെയും കണ്ടുപിടിക്കാനേ പറ്റിയില്ല. ഹോ, എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞൂസ് ഒരു കൊച്ചു മിടുക്കൻ തന്നെ. ആ അതെ അതെ, ഈ കുഞ്ഞൂസില്ലായിരുന്നേ എന്റെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ ആ ലാടന്മാർ പാവങ്ങളാ. നമുക്ക് അവരെ കണ്ട് ഇന്ന് തന്നെ ചോദിക്കണം കാത്തു. അയ്യോ വേണ്ട വേണ്ട, പേടിക്കണ്ട, ഞങ്ങളില്ലേ. അപ്പോ കുഞ്ഞൂസിനെ കാക്കകൾ കൊത്താൻ കാരണം ഇതായിരുന്നല്ലേ? ചേച്ചി, ഇനി നമുക്ക് കളിക്കാൻ പോയാലോ? പോകാൻ കിട്ടൂ. ഞങ്ങളുടെ കൂടെ പോരുന്നോ? ഞാനാ ആദ്യം. അല്ല ഞാനാ. പതിയെ പോ പിള്ളേരെ.
നിന്നെ അന്വേഷിച്ചാണ് ഞാൻ നടന്നത്. ആ ദാ നിനക്കും കാത്തുവിനുള്ള ഒരു സമ്മാനം. കാത്തുവിൻ്റെ വീട് വരെ നടന്നാലേ ഇനി നേരം പോകും. കൊടുത്തേക്കണേ. ഞാൻ കൊടുത്തേക്കാം അപ്പൂപ്പ. ആരാത്? ഇതാ മൂപ്പിന്നല്ലേ? അയ്യോ അപ്പൂപ്പ ഓടിക്കോ, കണ്ടൻ. എങ്ങോട്ടാ മൂപ്പിന്നെ? രാവിലെ അങ്ങ് സ്ഥലം വിടാമെന്ന് കരുതിയോ? പോകാൻ വരട്ടെ. നമ്മൾ തമ്മിൽ ചില കണക്കുകൾ തീർക്കാനുണ്ടല്ലോ. അയ്യോ അതിനെന്താ, തീർക്കാല്ലോ. നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോടാ കൊച്ചനെ. ഓടിയാൽ കണ്ടം പുറകെ ഓടിയാലോ? അമ്മേ, പാവ അപ്പൂപ്പൻ. വാ വാ വാടാ വാ. അയ്യോ അത് കലക്കി. വാ ഇങ്ങോട്ട് വാ. വാ വാ വാ. ഞാൻ എടുത്തോളാം മൂപ്പിന്നെ. കണ്ടൻ ഇവിടെയൊക്കെ തന്നെ കാണും. എനിക്ക് വയ്യ ഈ അപ്പൂപ്പന്റെ ഒരു കാര്യം. നിർത്തണ ചിരി. അത്രയ്ക്കായോ നീ? എന്റെ അമ്മ കണ്ടേ. അയ്യോ ചാടാൻ വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ. ഏറ്റവും മുകളിലേക്ക് കേറാം. കണ്ടൻ എന്തായാലും അങ്ങോട്ട് വരില്ല. ആരെങ്കിലും വന്നെങ്കിൽ. ചാടടാ മോനെ, കാത്തു. ചാടടാ, ഞാൻ പിടിച്ചോളാം. കോഴിയമ്മേ. കാത്തു, നിനക്ക് മുത്തച്ഛന്റെ സമ്മാനം കിട്ടിയോ? ഇല്ല. അയ്യോ, അങ്ങോട്ട് വന്നില്ലേ? പിന്നെ എങ്ങോട്ട് പോയി? കാത്തൂനും അപ്പൂനും സമ്മാനമായിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. വിഷമിക്കേണ്ട കോഴിയമ്മേ, വഴിക്ക് അപ്പൂനെ കണ്ടു കാണും, അതാ. ആ, അങ്ങനെ ആയിരിക്കും. അപ്പോ അപ്പോ, ഈ അപ്പ എവിടെ പോയി? അവൻ അപ്പൂപ്പന്റെ കൂടെ പോയതാണോ? തൂവലോ? അയ്യോ, ഇത് അപ്പൂപ്പന്റെ തൂവല് പോലുണ്ടല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഇത് അപ്പൂപ്പന്റെ സമ്മാനപ്പൊതി പോലുണ്ട്. അപ്പോ അപ്പോ, കാത്തു. അപ്പോ, അപ്പു അല്ലേ ഇത്? കാത്തു, ഇങ്ങോട്ട് വരല്ലേ, കണ്ടൻ. നിൽക്കവിടെ. നിന്നെയും കാത്തു തന്നെയാ ഞാൻ ഇവിടെ ഇരുന്നത്. വാ വാ വാ. അപ്പോ രക്ഷപ്പെട്ടോ? അവിടെ നിൽക്കാൻ. നിൽക്കാനല്ലേ പറഞ്ഞത്? രക്ഷപ്പെട്ടു. നിക്കടാ അവിടെ. ഇനി നീ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. അമ്മേ, അയ്യോ കണ്ടൻ. കേറിക്കോ കേറിക്കോ. കേറിക്കോ കേറിക്കോ. അപ്പൂന്റെ പാട്ടയും വെള്ളിയും കണ്ടനെ കൊടുക്കാൻ ഇത് മതി. അഹങ്കാരി, അത്രക്കായോ നീ? കണ്ടും കുടുങ്ങി. ഇനി എത്രയും വേഗം മുകളിലെത്തണം. കാത്തു, അപ്പു, നീ ഓടി രക്ഷപ്പെട്ടോ? കാത്തു,
കടന്നൽ കൂടുണ്ട്. സൂക്ഷിക്കണേ. കടന്നൽ കൂടോ? കണ്ടനിരിക്കുന്ന കൊമ്പിൽ തന്നെയാണല്ലോ അത്. കണ്ടനെ ഓടിക്കാൻ പറ്റിയ അവസരം. പക്ഷെ എന്ത് ചെയ്യും? ഹായ് മാങ്ങ, എന്നോടാണ് കളി. എറിയരുത്, ശരിയാക്കും ഞാൻ. ആ അയ്യോ, എറിയരുത്, എറിയരുത്. പിന്നെ കൊണ്ടില്ലേ? അഹങ്കാരി, കണ്ടനെ കുരുക്കാമെന്ന് കരുതിയോ? അമ്മേ, പോ. കൊണ്ടു. അയ്യോ, എന്റെ അമ്മോ. അയ്യോ, എന്നെ കൊല്ലുന്നേ. അയ്യോ, അയ്യോ. കാത്തു, താഴെ ഇറങ്ങിക്കോ. വേഗം വേഗം. എവിടെ അപ്പൂപ്പൻ? എന്താ ഉണ്ടായത് അപ്പു? അതൊക്കെ പിന്നെ പറയാം. നമുക്കാദ്യം അപ്പൂപ്പനെ രക്ഷിക്കാം. വാ അപ്പൂപ്പ, ഞങ്ങൾ കണ്ടനെ ഓടിച്ചു. വാ, നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എനിക്ക് പറന്നു വരാൻ വയ്യ മക്കളെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രക്ഷപ്പെട്ടോ? അപ്പു, നിന്റെ വള്ളിയും പാട്ടയും കൊണ്ട് ഒന്ന് നോക്കിയാലോ? നോക്കാം. അപ്പൂപ്പ, അനങ്ങാതെ ഇരിക്കണേ. അയ്യോ, ആ പതിയെ. അയ്യോ, ആ മക്കളെ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാത്തൂനോടാ നന്ദി പറയേണ്ടത്. എല്ലാം കാത്തൂന്റെ മിടുക്ക. അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ അപ്പൂപ്പനെ രക്ഷിച്ചു. മിടുക്കി കുട്ടി. നന്നായി മോളെ, നന്നായി. ഉമ്മ. തീവണ്ടി പായും തീവണ്ടി തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരതിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി 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 കൂകിപ്പായും തീവണ്ടി 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 കൽക്കരതിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി തീവണ്ടി.
നമുക്ക് ഇന്നലെ കണ്ട ആ വലിയ ചിതൽപുറ്റിനടുത്ത് എത്തണം. കൊറേ ദൂരമുണ്ട്. ഇന്നലെ വൈകിട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ലെന്നറിയാലോ. ദേ, ഉറുമ്പ് വേണ്ടെങ്കി വേണ്ട. അമ്മ മോനെ നല്ല രുചിയുള്ള ചിതലിനെ കാട്ടിത്തരാം. വാ. അയ്യോ, എനിക്ക് അത്ര ദൂരമൊന്നും നടക്കാൻ വയ്യ അമ്മേ. എന്റെ കാല് കഴിക്കും. അമ്മ ഇവിടെ ഏതേലും ഉറുമ്പിൻ കൂടുണ്ടോന്ന് നോക്ക്. എന്നാ വാ, നടക്കണ്ട, ഞാൻ പുറത്തിരുത്തി കൊണ്ടുപോകാം. എന്താ? ശരി. പക്ഷെ എനിക്ക് വിശപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒന്നും കഴിക്കില്ല. അമ്മയോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ശരി ശരി, അങ്ങ് എത്തിയിട്ടല്ലേ. അപ്പൊ ആ പേരയ്ക്ക വീണ ശബ്ദമായിരിക്കും നേരത്തെ കേട്ടത്. ശോ, ഞാനിങ്ങ് പേടിച്ചു പോയി. അമ്മയ്ക്ക് അല്ലെങ്കിലും പേടി ഇച്ചിരി കൂടുതലാ. പേടിക്കേണ്ടതിനെ പേടിച്ചല്ലേ പറ്റൂ. പക്ഷെ അപ്പോ എങ്ങനെ രക്ഷപ്പെടാന്ന് നമുക്ക് പഠിച്ചാലോ? ഓ, എനിക്കൊന്നും വയ്യ. ചുരുന്നു കിടക്കാനല്ലേ അനങ്ങാതെ. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമേ അല്ല. പക്ഷെ അത് പഠിച്ചില്ലെങ്കിലേ ആപത്ത് വരുമ്പോ രക്ഷപ്പെടാൻ കഴിയില്ല. എന്നും ഇങ്ങനെ ഒളിപ്പിക്കാൻ അമ്മ കൂടെ ഉണ്ടാവില്ലെന്ന ഓർമ്മ വേണം. ഇത്രയും ആൾക്കാരോട് ചോദിച്ചിട്ടും നമുക്ക് ഈ വണ്ടിയുടെ ഉടമയെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഇനി നമുക്ക് തിരികെ പോയാലോ? നമുക്ക് പറ്റും പിങ്കി. നീ കുറച്ച് സമയം കൂടെ ക്ഷമിക്കേ. ഇതെന്ത് പറ്റിയതാ പൂപ്പി? വണ്ടി ഒരു കുഴിയിൽ വീണതാ പിങ്കി. വണ്ടിയുടെ ചക്രം ഈ കുഴിയിൽ കുടുങ്ങിപ്പോയതാ പിങ്കി. ചക്രത്തിന്റെ ചുറ്റുമുള്ള മണ്ണ് മാറ്റിയാൽ മതി, അതിനെ പുറത്തെത്തിക്കാം. എന്താ, നമുക്കത് പറ്റില്ലേ? ഉറപ്പായും പറ്റും പൂപ്പി. ഇനി പിങ്കി വണ്ടിയിൽ കയറിക്കോ. ഞാൻ വണ്ടി കുഴിയിൽ നിന്നും തള്ളിക്കയറ്റാം. അയ്യോ പിങ്കി, അയ്യോ പൂപ്പി, ഓടി വായോ. അയ്യോ പിങ്കി, അയ്യോ പിങ്കി. പൂപ്പി, അയ്യോ അയ്യോ അമ്മേ. അയ്യോ പൂപ്പി. പിങ്കി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, നിനക്കോ? ഏയ്, ഒന്നും പറ്റിയില്ല. പൂപ്പി, നിനക്ക് മുകളിലേക്ക് കയറി വരാമോ? പറ്റുന്നില്ല പിങ്കി. അയ്യോ പൂപ്പി. എന്താ അമ്മേ പറ്റിയേ? ആരാ നീ? എന്തിനാ ഈ ചിതൽപുറ്റ് നശിപ്പിച്ചത്? സത്യം പറഞ്ഞോണം. പൂപ്പി. ആരാ പൂപ്പി? എന്താ, പൂപ്പിയാണോ ഇത് നശിപ്പിച്ചത്? അതല്ല, പൂപ്പി ഇതിനകത്താ. അയ്യോ പിങ്കി, പിങ്കി. ഞാൻ പിങ്കി. പൂപ്പി എന്റെ കൂട്ടുകാരനായ നായ്ക്കുട്ടിയാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാമോ? ആ, ശരി ശരി. ഈ പുറ്റിന്റെ ഒരു വശത്തൂടെ ഒരു തുരങ്കം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയാലേ പൂപ്പിയെ പുറത്തെത്തിക്കാൻ പറ്റൂ. പേടിക്കണ്ട, അതിവേഗത്തിൽ
നല്ല ആഴത്തിൽ വരെ തുരങ്കം ഉണ്ടാക്കാൻ എനിക്കറിയാം. അയ്യോ പാമ്പ്! പൂപ്പിയല്ലേ? ഞാനേ ഉറുമ്പ് തീനിയാ. ഈ തുരങ്കത്തിലൂടെ വേഗം പുറത്തിറങ്ങിക്കോ, കൂട്ടുകാരി കാത്തു നിൽപ്പുണ്ട്. ആ പാമ്പ് പോയോ? അതെന്റെ നാക്കായിരുന്നു, പാമ്പല്ല. വാ വാ വാ. ഓ, ഞാൻ അക്കാര്യം മറന്നേ പോയി. അമ്മേ, എന്റെ വണ്ടി. ഇതാ മോനെ, എടുത്തോളൂ. ഈ വണ്ടി തിരികെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ ആഹാരം തേടി ദൂരെ ഒരിടത്ത് പോയപ്പോ അവിടെ വേട്ടക്കാരെ കണ്ടു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ജീവനും കൊണ്ട് പായുകയായിരുന്നു. ആ സ്ഥലം ഏതാന്ന് എത്ര ശ്രമിച്ചിട്ടും ഓർമ്മ വന്നില്ല. വണ്ടി ഇല്ലാത്തതിന്റെ പിണക്കം കാരണം ഇവൻ ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ലായിരുന്നു. ആ, ഇനി മോൻ അമ്മ തരുന്നത് എല്ലാം കഴിക്കണം കേട്ടോ. വണ്ടി കിട്ടിയല്ലോ. വഴുത